നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവളെ വല ചെങ്ങലയിലും കെട്ടി ഊളം പാറയിലാക്ക്. ഡാടാ, നീ ഇതിലൊന്നും ഇടപെടണ്ട. അളിയൻ അടങ്ങി നിക്ക്, അല്ലെങ്കിലേ തടി കേടാവും. നീ നിന്റെ അമ്മയും കൂടെ എത്ര വെള്ളിക്കാശിനാ പ്രസ്ഥാനത്ത് പറ്റിയത്? ആ കാര്യമായി ഇരുന്നപ്പോൾ ചോദിച്ചത്. ഏയ്, നിന്നോടാ മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞ. നിങ്ങളും മകനും കുറെ നാളായിട്ട് ആനന്ദം പിള്ളയുടെ പുറകെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മന്ത്രിയാകാൻ വേണ്ടി നിങ്ങളും ദേവനും ആനന്ദപിള്ളയും ചേർന്നല്ലേ എന്റെ അച്ഛനെ വീഴ്ത്തിയത്. എടി, കെട്ടുകഥകൾ ഉണ്ടാക്കി വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന എന്റെ കൂടപ്പിറപ്പിനെ ഞാൻ വീഴ്ത്തിയെന്നോ? പിന്നെ മകൻ ഒരമ്മ. നിങ്ങളുടെ കള്ളത്തരങ്ങളും നിങ്ങൾ എന്റെ അച്ഛന്റെ മുന്നിൽ കിടന്ന് കളിക്കുന്ന നാടകമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു തെളിവുമില്ലാതെ നീ വെറുതെ അപവാദം വിളിച്ച് പറയരുത്, പറഞ്ഞേക്കാം. ഋതുമോള് പറഞ്ഞാൽ സത്യം ഉണ്ടെന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണല്ലോ ഹോസ്പിറ്റലിൽ കിടന്ന ഏട്ടന് ബോധം തെളിയുന്നതിന് മുമ്പ് നിങ്ങൾ മന്ത്രി കസേരയിൽ കയറിയിരുന്ന്. എന്താടി നീയൊക്കെ സംഘം ചേർന്ന് ആക്രമിച്ച അംബിക വർമ്മ അങ്ങ് പേടിച്ചു പോന്ന് കരുതിയോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ തെളിവ് കൊണ്ടുപാടി, അപ്പൊ ഞാൻ മറുപടി പറയാം. അല്ലാതെ ഇവരുടെയൊക്കെ മുന്നിലേ ഓവർ സ്മാർട്ട് കളിക്കാൻ വേണ്ടി വായിത്തോന്നൊക്കെ വിളിച്ച് പറയരുത്, പറഞ്ഞേക്കാം. നിങ്ങളെ മന്ത്രിയാക്കിയത് പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന ആനന്ദം പിള്ളയാ. എന്താ അത് സത്യമല്ലേ? സത്യമല്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരാ എന്നോട് അപേക്ഷിച്ചത്. അങ്ങനെയാ ഞാൻ മന്ത്രിയായത്. അയ്യോ, ഇവര് മന്ത്രിയായില്ലെങ്കിലേ ഈ സംസ്ഥാനം മൊത്തം കടലെടുക്കുമായിരുന്നു. കാൽക്കാശിന് വിവരമില്ലാത്തൊരു മന്ത്രി. അംബികയും മരങ്ങോടനും ആനന്ദപിള്ളയും ഒറ്റ കയ്യാ. അതാണല്ലോ ലോക്കപ്പിൽ കിടന്നപ്പോ അയാൾ ജാമ്യത്തിന് വന്നത്. നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണല്ലോ എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ തകർത്തത്. ഈ സത്യം നിങ്ങളിപ്പോ എന്റെ അച്ഛന്റെ മുൻപിൽ പറയണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. തൽക്കാലം അവരെ വിട്. വർമ്മ സാർ ഒന്നാമത് ടെൻഷനില്ല. ഇനി ഇതുകൂടി കേൾക്കുമ്പോ സാറിന്റെ ടെൻഷൻ ഇരട്ടിയാവും. ഇവർക്കുള്ള പൊതുവിചാരണയ്ക്കും വിധിക്കും സമയം ഇനിയും കിടക്കുമല്ലേ? അത് വർമ്മ സാറിന്റെ കോടതിയില് സാറ് തന്നെ വിധി പറയുന്നൊരു ദിവസം വരും. വിളിച്ചോണ്ട് പോടാ നിന്റെ അമ്മയെ. എടാ, നീ നിരന്തരം എന്നോട് പക വീട്ടുക. ഞാനത് തൽക്കാലം ക്ഷമിക്കുന്നതേ. ഇവൻ പറഞ്ഞതുപോലെ എനിക്കും ഒരു ദിവസം വരും. നീ കരുതിയിരുന്നോടി. പാടാ.